നമസ്കാരം. മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അവരുടെ മറുപടി. സ്വന്തം വാർഡിനെയും നഗരത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ അവർ വ്യക്തമാക്കുന്നു. വാർഡ് 12 കിഴക്കേക്കര. ത്രികോണ മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണിത്. LDF, UDF സ്ഥാനാർത്ഥികളെ കൂടാതെ NDA സ്വതന്ത്രനും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിലെ ലൈല ഹനീഫയാണ് ഇവിടെ വിജയിച്ചത്. ഇക്കുറി ജനറൽ സീറ്റാണ്. ആകെ ഏകദേശം 762 വോട്ടർമാർ. സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം ഏകദേശം തുല്യം. UDFിലെ മുസ്തഫ കമാലും LDFിലെ റബിൻസ് ടി അലിയാരും NDA സ്വതന്ത്രനായി വൈശാഖ് പിയുമാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ പ്രതികരിക്കുന്നു. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി. ഇവിടെ നമുക്ക് പ്രധാനമായും യുവാക്കൾക്കായിട്ട് ഒരു കായിക വികസനത്തിന് ഇതിനു വേണ്ടി ഒരു മിനി സ്റ്റേഡിയമാണ് അടിയന്തരമായിട്ട് വേണ്ടത്. മൂവാറ്റുപുഴ പട്ടണത്തിൽ കടാതിയിലൊരു മിനി സ്റ്റേഡിയം കഴിഞ്ഞു. പിന്നെ വലിയൊരു സ്റ്റേഡിയവും കോംപ്ലക്സും ടൗണിലുണ്ടായി കഴിഞ്ഞു. കിഴക്കേക്കര പ്രദേശത്ത് അതിൻ്റെ അനിവാര്യത വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കുന്നപ്പള്ളി മലയിലെ കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായത്. പിന്നെ നമ്മുടെ റോഡുകൾ, വഴിവിളക്കുകൾ, തെരുവുനായ ശല്യം, പിന്നെ കുളിക്കടവുകൾ. മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ കുടിവെള്ള പ്രശ്നം, വെളിച്ചം, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ. അതാണ് നമ്മുടെ ഈ വാർഡിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. മിക്ക റോഡുകളും നമ്മൾ വളരെ യാത്രാ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. മുനിസിപ്പൽ റോഡുകൾ തകർന്ന് കിടക്കുകയാണ്. അത് മൊത്തമായി ചെയ്യാനുള്ള ഫണ്ട് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാതിരുന്നത്. അടിയന്തരമായിട്ട് റോഡുകളെല്ലാം മെറ്റൽ ചെയ്ത് ടാർ ചെയ്യാൻ വേണ്ടിയുള്ള മുൻകൈ എടുക്കും. മറ്റൊന്ന്, കുടിവെള്ള പദ്ധതികളുടെ പ്രശ്നമുണ്ട്. ചില ഏരിയകളിൽ കുടിവെള്ളം ലഭിക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ MLA MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്, അത് പൂർത്തീകരിക്കുക. പിന്നെ നമ്മുടെ അമ്പാട്ട് താഴം, വെട്ടിക്കാട്ട് താഴം റോഡ്, അതിൻ്റെ പണി പൂർത്തീകരിക്കണം. കുളിക്കടവുകൾ പണി കഴിക്കണം. പിന്നെ ഒരുപാട് തെരുവുനായ ശല്യമുണ്ട്, കുടിവെള്ള പദ്ധതികളുണ്ട്. അപ്പോൾ കുന്നപ്പള്ളി മലയിൽ വളരെ രൂക്ഷമായൊരു കുടിവെള്ള പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിക്കണം. റോഡുകളും സഞ്ചാരയോഗ്യമാക്കും. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് കുന്നപ്പള്ളി മല. അവിടെ വെള്ളത്തിന് നല്ല രീതിയിൽ ക്ഷാമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ ജയിച്ചു വന്നാൽ അതിന് നല്ലൊരു ശാശ്വതമായ പരിഹാരം കാണും. വേറെ പിന്നെ നമുക്ക് ബ്ലാമറ്റം, മെയിനായിട്ട് നമ്മൾ കുളിക്കടവാണ് പ്രശ്നം. കഴിഞ്ഞ കൗൺസിലിൽ വന്നപ്പോഴും വോട്ട് നേടിയത് കുളിക്കടവ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ്. ബ്ലാമറ്റം കടവ്, അതുപോലെ മനക്കക്കടവ്, അങ്ങനെ 2-3 കുളിക്കടവുകൾ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത്. അത് ഞാൻ ജയിച്ചു കഴിഞ്ഞ് വന്നാൽ എല്ലാം പരിഹാരം കാണുന്നു. മൂവാറ്റുപുഴയിൽ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികളാണ് ഇനി വരും കാലത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതും വികസന പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന ഒരു ആവശ്യകത. അതിന് MPയും MLAയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം താല്പര്യമെടുത്ത് കൗൺസിൽ ഞങ്ങൾ ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ മൂവാറ്റുപുഴ പട്ടണം ഒരു നല്ലൊരു സിറ്റിയായി മാറണം. ഇവിടെയുള്ള റോഡുകൾ വികസിപ്പിക്കുക, ട്രാഫിക് ബ്ലോക്കുകൾ മാറ്റണം, സ്റ്റേഡിയത്തിൻ്റെയൊക്കെ പണി, കായിക മേഖലയിൽ ഉണർവുണ്ടാകാനുള്ള പദ്ധതികളൊക്കെ രൂപീകരിക്കുക. എറണാകുളം നഗരം പോലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് നമുക്ക് മൂവാറ്റുപുഴ മാറണമെന്നുണ്ട്. ജില്ലയായിട്ട് വന്നാലും അതിനോട് കൂടെ നിന്ന് പ്രവർത്തിക്കാനും എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഒത്തൊരുമയോടുകൂടി ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്നു. വാർഡിൽ ഒരു മിനി സ്റ്റേഡിയം വേണമെന്നതാണ് അടിയന്തര ശ്രദ്ധ വേണ്ട വിഷയമായി മുസ്തഫ കമാൽ പറയുന്നത്. എന്നാൽ റബിൻസിന്റെയും വൈശാഖിന്റെയും പരിഗണന കുടിവെള്ളം, റോഡ്, വഴിവിളക്കുകൾ എന്നിവയ്ക്കാണ്.
5 വർഷങ്ങൾ കൊണ്ട് റോഡുകൾ ടാർ ചെയ്യുമെന്നും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും മുസ്തഫ പറയുന്നു. കുടിവെള്ളം, റോഡ്, വഴിവിളക്കുകൾ എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് മറ്റ് 2 പേരുടെയും 5 വർഷത്തെ പരിപാടി. 25 വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ ജില്ലയായി കാണണമെന്ന് മുസ്തഫയും വൈശാഖും ആഗ്രഹിക്കുമ്പോൾ റബിൻസ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ മികച്ച നഗരമാകണമെന്നാണ് ആശിക്കുന്നത്. 12ാം വാർഡിലെ സ്ഥാനാർത്ഥികൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി.